നമസ്കാരം. ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടത്തിന് പിന്നാലെ ശ്രീനാഥ് ഭാസിയെയും വെട്ടിലാക്കി വെളിപ്പെടുത്തൽ. ശ്രീനാഥ് ഭാസിയുടെ സിനിമയുടെ നിർമ്മാതാവ് ഹസീബ് മലബാറിന്റേതാണ് വെളിപ്പെടുത്തൽ. സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് നമുക്ക് കോടതിയിൽ കാണാമെന്ന് സിനിമയുടെ നിർമ്മാതാവ് ആരോപണം ഉന്നയിച്ചത്. തന്നെ ശ്രീനാഥ് ഭാസി കഷ്ടപ്പെടുത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരവാന് ലഹരി പിടിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും അപകടമുണ്ടാക്കുന്ന വണ്ടി ശ്രീനാഥ് ഭാസിയുടേതാകുമെന്നാണ് ഹസീബ് മലബാറിന്റെ വെളിപ്പെടുത്തൽ. ശ്രീനാഥനെ കൊണ്ട് മടുത്തെന്നും നിർമ്മാതാവ് പറയുന്നു. പുലർച്ചെ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെട്ടെന്നും നിർമ്മാതാവ് കൂട്ടിച്ചേർത്തു. ലഹരി നൽകാത്തതിന് 58 ദിവസം സെറ്റിൽ നടൻ എത്തിയില്ല. ഡബ്ബിങ്ങുമായും സഹകരിച്ചില്ലെന്നും നിർമ്മാതാവ് പറഞ്ഞു. പുലർച്ചെ ഫോണിൽ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെട്ടുവെന്നാണ് വെളിപ്പെടുത്തൽ. നടൻ സ്ഥിരമായി വരാത്തതിനാൽ ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും എല്ലാം നീണ്ടുപോയെന്നും നിർമ്മാതാവ് പറയുന്നു. പുതിയ തലമുറയുടെ കാഴ്ചപ്പാട് നിരവധി കൗതുകങ്ങൾ ഒരുക്കി ശക്തമായ ഒരു കുടുംബചിത്രം എന്ന തലത്തിൽ നമുക്ക് കോടതിയിൽ കാണാം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം 2022 ജൂൺ 12-നാണ് കോഴിക്കോട് ആരംഭിച്ചത്. ഹബീബ് ഫിലിംസ് MGC പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് ജയ്ഹോയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തത് സംജിത് ചന്ദ്രസേനനാണ്. ത്രയം, മയക്ക് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംജിത് ചന്ദ്രസേനൻ സംവിധാനം ചെയ്യുന്ന ചിത്രമായിരുന്നു ഇത്. ഈ രണ്ട് ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ച ആഷിഖ് അലി അക്ബർ ചിത്രത്തിന്റെയും തിരക്കഥ രചിച്ചു. പക്ഷേ സിനിമ ഇത്രയും വർഷമായിട്ടും തിയേറ്ററിൽ എത്തിയില്ല. നിർമ്മാതാവിന് വലിയ നഷ്ടമാണ് ഇതുണ്ടാക്കിയത്. മുമ്പും ലഹരി വിവാദത്തിൽ ശ്രീനാഥ് ഭാസി കുടുങ്ങിയിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവുമായി കുടുങ്ങിയ തസ്ലീമയുടെ ഇടപാടുകാരുടെ കൂട്ടത്തിലും നടനുണ്ട്. ഇതിനിടെയാണ് ശ്രീനാഥ് ഭാസിയുടെ സിനിമയുടെ നിർമ്മാതാവിന്റെ പുതിയ വെളിപ്പെടുത്തലും പുറത്തുവരുന്നത്. അതേസമയം ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടലിൽ നിന്നുള്ള രക്ഷപ്പെടലിൽ വിചിത്ര ന്യായീകരണവുമായി വന്നിരിക്കുകയാണ് ഷൈൻ്റെ അമ്മ. പേടിച്ചാണ് മകൻ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയതെന്ന് ഷൈൻ ടോം ചാക്കോയുടെ അമ്മ മരിയ കാർമൽ പ്രതികരിച്ചു. മകൻ എവിടെയാണെന്ന് അറിയില്ല, ഷൈനിനെ എല്ലാവരും ചേർന്ന് വേട്ടയാടുകയാണെന്നും മരിയ കാർമൽ പറഞ്ഞു. ലഹരി പരിശോധനയ്ക്കായി ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ ഹോട്ടൽ മുറിയിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതിന് പിന്നാലെയാണ് നടന്റെ അമ്മയുടെ പ്രതികരണം പുറത്തുവന്നത്. പരിശോധിക്കാനല്ലേ അവർ വന്നത്? പരിശോധിച്ചിട്ട് അവർക്ക് റൂമിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ? അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പോലീസിന്റെ ഡ്രസ്സിലല്ല അവർ വന്നത്. വലിയൊരു മനുഷ്യനാണ് വന്നത്. റൂം സർവീസിന് വന്നതാണോ? അവൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. പോലീസാണോ എന്നും ചോദിച്ചു. അല്ലെന്നും അവർ പറഞ്ഞു. ഉറക്കത്തിനിടെയല്ലേ അവരെ പെട്ടെന്ന് കാണുന്നത്. ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണ് അവൻ ഇറങ്ങി ഓടിയത്. അവനെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അവന് ഭയങ്കര പേടിയാണ്. അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ജാസഫ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും റെയ്ഡ് നടത്തിയിട്ടുണ്ടാവില്ലേ? എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് ഞങ്ങൾക്കറിയണമെന്നും ഷൈൻ ടോം ചാക്കോയുടെ അമ്മ പറഞ്ഞു. എന്നാൽ അമ്മ പറയുന്ന തരത്തിൽ പേടിയുള്ള ആൾ ചെയ്യുന്നതല്ല ഷൈൻ ടോം ചാക്കോ ചെയ്തത്. ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടത്. കൊച്ചിയിലെ ഹോട്ടലിലേക്കാണ് ഡാൻസ് ഓഫ് സംഘം എത്തിയത്. ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു ഡാൻസ് ഓഫ് സംഘം. തുടർന്ന് 3-ാം നിലയിലെ മുറിയിൽ താമസിക്കുകയായിരുന്ന ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയായിരുന്നു. ജനൽ വഴി ഊർന്നിറങ്ങി 2-ാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടുകയായിരുന്നു. ഇതോടെ ഷീറ്റ് പൊട്ടി. ശേഷം സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് ചാടി. അതിനുശേഷം സമീപമുള്ള കോണിപ്പടി വഴി ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തെന്നാണ് വിവരം.